ആ ഒരു കേസ് വന്ന സമയത്ത് നമ്മളുടെ ചാനലിലും അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് എന്നുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ മൗനം പാലിക്കാൻ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതും സംസാരിക്കുന്നതും. അപ്പൊ അന്ന് ഈ എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാര്, നിങ്ങൾ എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല, നിങ്ങൾ വന്ന് പറയേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ വന്ന് പറയാൻ വൈകിപ്പോയി, ഞാൻ അതിനോടൊട്ടും യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു, ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കേസ് അല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പൊ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, നിവിൻ പോളി ഭയങ്കര ഗട്സോട് കൂടി വന്ന് പറഞ്ഞു, നിവിൻ പോളി പ്രതികരിച്ച പോലെ എന്തുകൊണ്ട് സ്ത്രീ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ളത്. ഓരോ കേസിനും ഓരോന്നിൻ്റെതായ രീതികളുണ്ട്. എല്ലാ കേസുകളും ഒരുപോലെ ആവണം എന്നില്ല, എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വകുപ്പുകൾ ഒന്നാവണം എന്നില്ല, എല്ലാത്തിന്റെയും സ്വഭാവത്തിനും വ്യത്യാസമുണ്ടാകും. അപ്പം ചിലർക്ക് അപ്പൊ തന്നെ ഒരുപക്ഷെ അത് പറയാൻ പറ്റുമായിരിക്കും, ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞ് പറയാൻ പറ്റും, ചിലർക്ക് 1 മാസം കഴിഞ്ഞ്, ചിലർക്ക് 2 മാസം കഴിഞ്ഞ്, ചിലർക്ക് ഇതിനെപ്പറ്റി പറയാനേ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ ഈ കേസ് എല്ലാം കഴിഞ്ഞ് ഒരു 2-3 വർഷമൊക്കെ എടുക്കും ഒരുപക്ഷെ ചില കേസുകൾ തീരാൻ വേണ്ടിയിട്ട്. അപ്പം പറയാൻ പറ്റുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഈ കേസിനുണ്ട്. അത് ഈ കേസിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാവുന്ന അഭിഭാഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴുണ്ടെങ്കിൽ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈജു സോപാനത്തിനെതിരെ, അതേപോലെ തന്നെ ശ്രീകുമാറിനെതിരെയുള്ളൊരു കേസാണ്. കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹപ്രവർത്തകരെ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ആ ചാനലിൽ നിന്നുള്ള പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു കാര്യമോ ഒരു റെസ്പോണ്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കാതെ ഇരുന്നൊരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നേഹ ശ്രീകുമാറുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. തങ്ങളുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതിന് കാരണം അതെല്ലാം സത്യമല്ല, ചില സമയങ്ങളിലുണ്ടെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാം റെസ്പോണ്ട് ചെയ്യാനോ പറ്റത്തില്ല, അല്ലെങ്കിൽ അതോടെ തന്നെ ഞങ്ങൾക്ക് ഇത്ര നേരം ഉണ്ടെങ്കിൽ ഒരു സമയം കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ് അതിലൂടെ പറയുന്നത്. അതിലൂടെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഉള്ള ഒരു കാര്യവും പറയുന്നില്ല. അവരുണ്ടെങ്കിൽ സാധാ രീതിയിൽ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. സാധാ രീതിയിൽ ആൾക്കാർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് അവർ ഓപ്പണായിട്ട് തന്നെ തുറന്നു പറയുന്നതായിരിക്കും. ഇപ്പോൾ നിവിൻ പോളിയുടെ കേസ് തന്നെയാണ്. ഈ നിവിൻ പോളിക്കെതിരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും നിവിൻ പോളി ഉടനെ തന്നെ എല്ലാ കാര്യവും പറയുക. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേസ് അല്ലെന്നുള്ള കാര്യവും തെളിഞ്ഞു. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർ തന്നെ വന്ന് ഒരു സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതേ കണക്ക് അവർ പറയണം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, അത് തെളിയിക്കുന്ന കാര്യമൊക്കെ പിന്നെ. പക്ഷേ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഫാൻസിന് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അത് അവരോടുള്ള ഒരു വിശ്വാസം വളരെയധികം കൂട്ടുന്നതായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഉള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ഇതേ കണക്ക് ഭാര്യ മാത്രമാണ് വന്നൊരു കാര്യം പറയുന്നത്, അതല്ലാതെ ബാക്കി 2 പേരും അതിനെപ്പറ്റി ഒരു റെസ്പോണ്ടും ചെയ്യുന്നതുമില്ല.